നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഈ കളിയിലേക്ക് വന്നപ്പോൾ, ഇംഗ്ലണ്ടിനെതിരായ സെമിഫൈനലിലേക്ക് വന്നപ്പോൾ കോച്ച് ലയണൽ സ്കലോണി അർജൻറ്റീനയുടെ തന്ത്രങ്ങൾ മൊത്തം മാറ്റിമറിച്ചു. നേരത്തെ നോക്കൗട്ടുകളിൽ കേപ്പ് വെർദയ്ക്കും ഈജിപ്തിനും സ്വിറ്റ്സർലൻഡിനുമെതിരെ, ഈ മൂന്ന് ടീമിനുമെതിരെ പ്രത്യേകിച്ചും ബോറടിപ്പിക്കുന്ന ഒരു പ്രതിരോധ ശൈലി ആദ്യഘട്ടങ്ങളിൽ അർജൻറ്റീന ആവിഷ്കരിച്ചിരുന്നു. പ്രത്യേകിച്ച് ആദ്യ പകുതിയിലൊക്കെ നിരന്തരം അവനവൻ്റെ ഹാഫിൽ കളിച്ച് പ്രതിരോധത്തിൽ ഊന്നിയുള്ള ആ കളി അത് മാറ്റി. ഇംഗ്ലണ്ടിനെതിരെ അങ്ങനെ ഒരു കളിയല്ല സ്കലോണി ആവിഷ്കരിച്ചത്. അതിൻ്റെ ഗുണം തീർച്ചയായും അർജൻറ്റീനയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് രണ്ടാമത്തെ പകുതിയിൽ അർജൻറ്റീന മാത്രമേ കളിയിലുണ്ടായിരുന്നുള്ളൂ. അർജൻറ്റീന 55-ാമത്തെ മിനിറ്റിൽ ഇംഗ്ലണ്ട് ആൻ്റണി ഗോർഡനിലൂടെ ഗോളടിച്ച ശേഷം അർജൻറ്റീന മാത്രമാണ് കളിയിലുണ്ടായിരുന്നത്. ഇംഗ്ലണ്ട് പ്രതിരോധത്തിലേക്ക് വലിയുക എന്ന മണ്ടത്തരം കാണിച്ചു. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം അർജൻറ്റീനയ്ക്കാണ് കിട്ടിയത്. അവർ നിരന്തരം ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ സ്കലോണി 80-ാമത്തെ മിനിറ്റിൽ ലൗട്ടാരോ മാർട്ടിനസിനെ ഇറക്കി, ടാഗ്ലിയാഫിക്കോയ്ക്ക് പകരം ലൗട്ടാരോ മാർട്ടിനസിനെ ഇറക്കി. മുന്നേറ്റത്തിൽ നേരത്തെ കഴിഞ്ഞ നോക്കൗട്ട് മത്സരങ്ങളിൽ ചെയ്ത പോലെ തന്നെ ഹൂലിയൻ അൽവാരസിനും ലിയണൽ മെസ്സിക്കും ഒപ്പം ലൗട്ടാരോ മാർട്ടിനസിനെ കൂടി വിന്യസിച്ചു. അത് തീർച്ചയായിട്ടും അർജൻറ്റീനയ്ക്ക് ഗുണം ചെയ്തു. ആ മാറ്റമാണ്, ലൗട്ടാരോ മാർട്ടിനസ് ആണ് അർജൻറ്റീനയുടെ വിജയ ഗോൾ നേടിയത്. എന്തായാലും ടൂർണമെൻറ്റിൽ ഉടനീളം എടുത്ത ഒരു രീതിയായിരുന്നില്ല സ്കലോണി ഈ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ. പ്രത്യേകിച്ച് യൂറോപ്യൻ ഗെയിമിൻ്റെ പ്രധാനപ്പെട്ട ആളുകളായ ഇംഗ്ലണ്ടിനെ, യൂറോപ്പിൻ്റെ ആ ഗെയിമിൻ്റെ പ്രധാനമായും നേതൃത്വം നൽകുന്ന ഇംഗ്ലണ്ടിനെ അവരുടേതായ രീതിയിൽ അവരെക്കെതിരെ പ്രതിരോധ കളി കളിക്കാതെ അതിഗംഭീരമായ ടാക്ടിക്സ് ഉപയോഗിച്ച് അർജൻറ്റീന ആക്രമിച്ച് തന്നെ, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഗോൾ വീഴുന്നതിന് ശേഷം ആക്രമണ ഫുട്ബോളിലേക്ക് ഊന്നിക്കൊണ്ട് തന്നെ അർജൻറ്റീനയും സ്കലോണിയും വീണ്ടും ഒരു ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്.